ബിഷപ്പുമാർക്കെതിരെ പ്രസ്താവന മന്ത്രി സജി ചെറിയാൻ തിരുത്തിയെങ്കിലും വെട്ടിലായിരിക്കുന്നത് കേരള കോൺഗ്രസ് ആണ്. സഭയുടെ പിന്തുണ കുറയുമോ എന്ന ആശങ്കയാണ് ജോസ് വിഭാഗത്തിന്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കെ വിഷയം സജീവ ചർച്ചയാക്കാൻ ജോസഫ് ഗ്രൂപ്പും തയ്യാറെടുക്കുകയാണ്. ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ അതിരൂക്ഷമായി മന്ത്രി സജി ചെറിയാൻ വിമർശിച്ചിട്ടും കാര്യമായ പ്രതികരണങ്ങളൊന്നും തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. സജി ചെറിയാൻ നിലപാട് തിരുത്താൻ തീരുമാനിച്ചതിനു ശേഷമാണ് ഒരു പ്രസ്താവനയെങ്കിലും ജോസ് വിഭാഗം ഇറക്കിയത്. അതും CPIM-നെ ഒട്ടും വെറുപ്പിക്കാതെ. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി വിഭാഗത്തിന്റെ നിലപാടുകൾ തുറന്നുകാട്ടാനാണ് ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനം. ഒന്ന് ഏത് സമുദായത്തിനെതിരെ പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. രണ്ട് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുടെ പേരെടുത്ത് പറഞ്ഞവരെ അവമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു നിലയിലേക്ക് വന്നപ്പോൾ തീർച്ചയായിട്ടും അതിൽ ശക്തമായ പ്രതിഷേധം ജോസ് വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു. ഉണ്ടാകാതെ പോയത് നിർഭാഗ്യകരമായിപ്പോയി. രണ്ട്, മന്ത്രി സജി ചെറിയാൻ ഉച്ചയ്ക്ക് പ്രതികരിച്ചതിന് ശേഷം അതേ കൂട്ടി രണ്ട് വാക്ക് പറഞ്ഞ് ഇവർ ഓടി രക്ഷപ്പെടുകയാണ്. അപ്പൊ ഇവരെന്തിനൊക്കെയോ ഭയപ്പെടുകയാണ്. LDF-ൽ ജോസ് വിഭാഗം രാഷ്ട്രീയ ഭയപ്പെടലിന്റെ ഒരു മറയിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. വിഷയം ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണങ്ങളിലൂടെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സഭയുടെ പിന്തുണ നേടിയെടുക്കാനാകുമെന്ന കണക്കുകൂട്ടലും ജോസഫ് വിഭാഗത്തിനുണ്ട്. സഭയുടെ പിന്തുണ നഷ്ടപ്പെട്ടാൽ ജോസ് കെ മാണി വിഭാഗത്തിന് അത് വലിയ തിരിച്ചടിയാകും. ഈ ആശങ്ക പല നേതാക്കളും രഹസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. തങ്ങളുടെ സമ്മർദ്ദത്തിലാണ് സജി ചെറിയാൻ നിലപാട് തിരുത്തിയതെന്ന് സഭാ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളാകും ഇനിയുള്ള ദിവസങ്ങളിൽ ജോസ് കെ മാണി വിഭാഗം നടത്തുക. ടോബി ജോൺസൺ, 24, കോട്ടയം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.